വയസ്സുകാരന്റെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള വിവരത്തിലേക്കാണ് ക്രൈം ഫയലിന്റെ തുടക്കത്തിൽ നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ 4 വയസ്സുകാരനായ മകന്റെ മരണത്തിൽ ദുരൂഹത. കഴക്കൂട്ടത്തെ ലോഡ്ജിൽ താമസിക്കുന്ന പശ്ചിമ ബംഗാൾ സ്വദേശിയായ മുന്നി ബീഗത്തിന്റെ മകൻ ഗിൽദറാണ് മരിച്ചത്. കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിന്റെ കഴുത്തിൽ മുറിവുകൾ കണ്ടെത്തി. കുഞ്ഞിന്റെ അമ്മയെയും സുഹൃത്തിനെയും കഴക്കൂട്ടം പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിലാണ് ചേരുന്നത്. അമൽ, ഈ 4 വയസ്സുകാരന്റെ മരണത്തിൽ ഒരുപാട് ദുരൂഹത ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ആശുപത്രിയിൽ എത്തിക്കുന്നത് കുഞ്ഞിനെ മരിച്ച നിലയിലാണ്. മാത്രമല്ല, കഴുത്തിൽ ഒരു മുറിവുണ്ട്. അത് തുണിയോ കയറോ കൊണ്ട് കൂട്ടിമുറുക്കിയപ്പോൾ സംഭവിച്ചതാണ് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലെത്തുമ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോൾ അമ്മയുടെയും ഒപ്പം ആൺ സുഹൃത്തിന്റെയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? ഉമൈബാൻ, ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഈ കുഞ്ഞ് മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടെത്തുന്നത്. ശേഷം ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ഈ മരിച്ച നിലയിലാണ് തങ്ങൾ ഈ കുഞ്ഞിനെ കണ്ടെത്തിയത് എന്നുള്ളതാണ് മാതാപിതാക്കൾ ആശുപത്രി അധികൃതരോട് വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് ഈ കുഞ്ഞിന്റെ വൈദ്യപരിശോധന പോലീസ് അവിടുത്തെ ഡോക്ടർമാർ നടത്തുന്നത്. ആ സാഹചര്യത്തിൽ കഴുത്തിൽ ഒരു മുറിവ് കണ്ടെത്തി. ആ മുറിവ് എങ്ങനെ ഉണ്ടായതാണ് എന്നുള്ള സംശയമാണ് ഇതൊരു കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല എങ്കിലും നേരത്തെ ഉമൈബാൻ പറഞ്ഞതുപോലെ കഴുത്തിൽ കയറോ തുണിയോ മുറുക്കിയതുപോലത്തെ ചതവ് ആ കഴുത്തിലുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവരെ രണ്ടുപേരെയും ഈ പറയുന്ന ആയിട്ടുള്ള അമ്മയെയും അതോടൊപ്പം തന്നെ അമ്മയുടെ സുഹൃത്തിനെയും ഇവിടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകൂ എന്നുള്ളതാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. ഇവർ കഴക്കൂട്ടത്താണ് താമസിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. കഴക്കൂട്ടത്തെ ലോഡ്ജിൽ താമസിച്ചിരിക്കുന്ന മുന്നി ബീഗം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അവരുടെ പേര് വ്യക്തമാക്കിയിരിക്കുന്നത്. ഐ ഡി കാർഡിന്റെ ചിത്രങ്ങളടക്കം നമുക്ക് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കുഞ്ഞിന്റെ പേര് ഗിൽദർ എന്നാണ്. 4 വയസ്സ് മാത്രമാണ് പ്രായം. വൈകുന്നേരം 6 മണിയോടുകൂടി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുവെങ്കിലും മരണം അതിനു മുൻപേ നടന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇവരുടെ മാതാപിതാക്കൾ പറയുന്നത്, ഇപ്പോൾ പോലീസിനോട് ഈ വിവരങ്ങൾ സംസാരിക്കുമ്പോൾ പറയുന്നത് കഴിഞ്ഞാണ് സംസാരിക്കുന്നത് എന്നതിന് തന്നെ ഇവർ തന്നെയാണോ ഈ കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്ക്, ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്താൻ കഴിയുന്നുണ്ടെങ്കിലും അതിന് പിന്നിൽ ഇവരാണോ എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ ഉറപ്പുകളുമില്ല. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്, തെളിവെടുപ്പുകൾ ആവശ്യമാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഓക്കെ, കഴക്കൂട്ടത്തെ 4 വയസ്സുകാരന്റെ മരണം അത് കൊലപാതകം എന്ന് സംശയിക്കാവുന്ന ചില ഹിന്റുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഇവർ എന്ത് പറയുന്നു? അമ്മയും സുഹൃത്തും ഇപ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഒപ്പം കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം കൂടി കഴിഞ്ഞാൽ മാത്രമാണ് ഈ മരണം എങ്ങനെ സംഭവിച്ചു, അത് കൊലപാതകമാണോ എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയുള്ളൂ. നമുക്ക് കാത്തിരിക്കാം അതിന്റെ ഉത്തരത്തിന് വേണ്ടി. അമലാണ് വിവരങ്ങൾ നൽകിയത്.